Hello, good evening, guys. Welcome to today's class. ഇതൊരു ഷോർട്ട് ക്ലാസ് ആയിരിക്കും. ന്യൂസ് പേപ്പർ റിലേറ്റഡ് ആണ് ഇന്നത്തെ ക്ലാസ്. സ്റ്റുഡൻസിൻ്റെ ഒത്തിരി എൻക്വയറി വരുന്നുണ്ടായിരുന്നു, എങ്ങനെയാണ് ന്യൂസ് പേപ്പർ റീഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ന്യൂസ് പിക്കപ്പ് ചെയ്യേണ്ടതെന്നൊക്കെ. ഓക്കെ, സോ ഇന്നത്തെ ഒരു വീഡിയോ സ്പെഷ്യലി ആ എൻക്വയറിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നത്. ആസ് വി നോ ദാറ്റ് ഇത് എല്ലാ ദിവസവും റീഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇറ്റ്സ് എ സ്ലോ പ്രോസസ്സ്. പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ന്യൂസ് പേപ്പർ കണ്ടിട്ട് എങ്ങനെയാണ് ന്യൂസ് പിക്ക് ചെയ്യേണ്ടതെന്നൊന്നും പെട്ടെന്ന് കിട്ടില്ല. അത് നിങ്ങൾ ഗ്രാജുവലി ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കഴിവാണ്. ഓക്കെ, നമ്മൾ മുമ്പേ 2 ക്ലാസ് ഓൾറെഡി എടുത്തായിരുന്നു. ദാറ്റ് ഇസ് നമ്മളൊരു വീഡിയോ ഉണ്ടാക്കിയായിരുന്നു, ബുക്ക് ലിസ്റ്റ് ആൻഡ് ഒരു ഡേ എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്യേണ്ടത്. അതിൻ്റെ അത് ന്യൂസ് പേപ്പറിൻ്റെ കാര്യം എടുത്ത് പറയുന്നുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ന്യൂസ് പേപ്പർ റീഡ് ചെയ്യാൻ കൺഫ്യൂഷൻ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ന്യൂസ് പേപ്പർ റീഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാം. ബട്ട് സ്റ്റിൽ ന്യൂസ് പേപ്പറിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് ഈ വീഡിയോ ഫുള്ള് കാണുക. ഓക്കെ, നമുക്ക് ഓരോരോ ന്യൂസ് എടുത്ത് പഠിപ്പിക്കാൻ പറ്റില്ല, അത് ഒത്തിരി ലെങ്തി ആയി പോകും. അങ്ങനത്തെ കാര്യങ്ങൾ ഡെയിലി കറണ്ട് അനാലിസിസ് ഒക്കെ അവൈലബിൾ ആണ് യൂട്യൂബിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടുന്ന് വേണമെങ്കിലും നോക്കാം. ബട്ട് സ്റ്റിൽ എങ്ങനെയാണ് ഒരു ന്യൂസ് പേപ്പറിൽ നിന്ന് ന്യൂസ് പിക്ക് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഇന്നാണ് നോക്കാൻ പോകുന്നത്. ഓൾറെഡി ഇതിൻ്റെ മെയിൻ ഒരു സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സിലബസ് ആണ്. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു, നമ്മൾ എല്ലാ ദിവസവും സിലബസ് പ്രിൻ്റ് ഔട്ട് എടുത്ത സിലബസ് എല്ലാ ഡേയും രാവിലെ എണീച്ച് വൈകിട്ടോ എങ്ങനെയാണ് ടൈം കിട്ടുന്നത് അപ്പോൾ ഇരുന്നൊന്ന് വായിക്കണമെന്ന്. ഓക്കെ, സോ അങ്ങനെ ഡെയിലി നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊരു ഹാബിറ്റ് ക്രിയേറ്റ് ആകും. ഓക്കെ, നമ്മൾ കുറേ വേർഡായിട്ട് ഫെമിലിയർ ആകും. കുറേ ന്യൂസ് നമുക്ക് കാണുമ്പോൾ തന്നെ പിക്ക് ചെയ്യാൻ പറ്റും ഏത് ന്യൂസ് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലയോ എന്ന്. ഓക്കെ, ജസ്റ്റ് ഇന്നത്തെ ന്യൂസ് പേപ്പർ, ദാറ്റ് ഇസ് ഈ March 5th ന്യൂസ് പേപ്പറാണിത്. ഇത് നമ്മൾ എങ്ങനെയാണ് ന്യൂസ് പിക്ക് ചെയ്തത്, ഓക്കെ, ഇതെങ്ങനെ വായിച്ചു പോയത് എന്നാണ് നമ്മളിനി പറയാൻ പോകുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട് ദ ക്ലാസ്. ഫസ്റ്റ് പേജ് നമുക്കറിയാം എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ന്യൂസ് ആയിരിക്കും ഇടുന്നത്. ഓക്കെ, ഫസ്റ്റ് പേജിൽ നമ്മൾ നോക്കണം ഏതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ദാറ്റ് ഇസ് സെലൻസ്കി കോൾ ഫോർ എ ട്രൂസ് ആൻഡ് എയ്ഡ് കട്ട്. ഓക്കെ, ഈ ഒരു ന്യൂസ് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഇന്റർനാഷണൽ റിലേഷൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആണെന്ന്. ഓക്കെ, ദാറ്റ് ഇസ് GS2 ഒരു ഭാഗമാണ്. അപ്പോൾ ഈ ഒരു ന്യൂസ് എന്തായാലും പിക്ക് ചെയ്യണം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ന്യൂസ് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ നോക്കുന്നു, ഇപ്പോൾ അതിൻ്റെ കൂടെ തന്നെ സ്പെഷ്യൽ ഹൈക്കോർട്ട് ബെഞ്ച് ടു ഹിയർ KELSA പ്ലീ ഓൺ റാഗിങ്. ഈ ഒരു പ്ലീ കേൾക്കുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ബെഞ്ച് മാർക്കൊന്നും അത് അല്ലെങ്കിൽ ഒരു റിസൾട്ടായിട്ട് നമ്മുടെ കോടതി ഒന്നും ഒരു ജഡ്ജ്മെൻറ്റ് പറഞ്ഞിട്ടില്ല. ഇത് ഇനിയും ഫോളോ അപ്പ് ചെയ്യേണ്ട ന്യൂസാണ്, ഇത് ഇനിയും വരും. സോ ഇതിപ്പോൾ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ബട്ട് ഈ ന്യൂസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ സെലൻസ്കിയുടെ കാര്യം പറഞ്ഞു. ഓക്കെ, ഈ ന്യൂസ് അപ്പോൾ പിക്ക് ചെയ്ത് നമ്മൾ എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഷാ സീക്സ് ആക്ഷൻ ടു റീബിൽഡ് ദ പ്ലേസസ് ഓഫ് ദ വർഷിപ്പ് ഇൻ മണിപ്പൂർ. ഈ ഒരു ന്യൂസ് ഓക്കെ, ഇത് റിലീജിയസ് ന്യൂസ് ആണ്. ബട്ട് സ്റ്റിൽ ഇതിപ്പോൾ മണിപ്പൂർ നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ അകത്ത് അറിയാം, ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റുഡൻസ് മനസ്സിലാവും. ദാറ്റ് ഇസ് മണിപ്പൂരിൻ്റെ റീസെൻറ്റ് ന്യൂസസ് ഒക്കെ നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ഇൻസ്റ്റബിലിറ്റി ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു ന്യൂസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇപ്പോൾ ഈ CPI aim to focus at turning state into a knowledge economy. ഈ ന്യൂസിൻ്റെ ആവശ്യമില്ല, ഇതൊരു പൊളിറ്റിക്കൽ ന്യൂസാണ്. ഓക്കെ, ഒരു അക്കാഡമിക് പർപ്പസിന് നമുക്ക് അതിങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, പൊളിറ്റിക്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ന്യൂസ് റീഡ് ചെയ്യാം. ബട്ട് ഇപ്പം നമ്മൾ അക്കാഡമിക് പർപ്പസ് നോക്കുമ്പോൾ നമുക്ക് ഈ ന്യൂസ് പിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അസംബ്ലി പാസസ് റെസൊല്യൂഷൻ അഗെയിൻസ്റ്റ് ദ ഡീപ് സീ മൈനിങ്. സോ വാട്ട് ഈസ് ഡീപ് സീ മൈനിങ്? ഡീപ് സീ മൈനിങ് നമ്മുടെ ഏത് ഭാഗത്താണ് ഉണ്ടാകുന്നത്? ഓക്കെ, ഇപ്പോൾ സിയിലാണെങ്കിൽ തന്നെ അത് നമ്മുടെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിൻ്റെ അകത്താണ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇങ്ങനത്തെ കുറേ വേർഡ്സ് കിട്ടുമല്ലോ, ഡീപ് സീ മൈനിങ് പോലത്തെ വേർഡ്സ്. ഇങ്ങനെ ഒരു അട്രാക്ട് ചെയ്യുന്ന വേർഡ് അല്ലെങ്കിൽ നമ്മുടെ കറണ്ട് അഫയേഴ്സിൽ നിൽക്കുന്ന വേർഡ്സ്, ഇങ്ങനത്തെ ന്യൂസൊക്കെ പിക്ക് ചെയ്യാനുള്ള അത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഇത് ഗ്രാജുവലി നിങ്ങൾക്ക് ഡെവലപ്പ് ആകും. ഓക്കെ, നമ്മൾ ജസ്റ്റ് നോക്കുക, മാക്സിമം നമ്മൾ ഹെഡിങ് ആദ്യം വായിക്കുക. ദാറ്റ് ഈസ് ആ ഹെഡിങ്സ് എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് ഹെഡിങ് വായിച്ചിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം ആ ഒരു ന്യൂസ് ഇമ്പോർട്ടൻ്റ് ആണോ അല്ലയോ. അങ്ങനെ ആകുമ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു ന്യൂസ് നമ്മൾ സെലൻസ്കിയുടെ കാര്യം പറഞ്ഞു, അപ്പോൾ ആണെങ്കിൽ നിങ്ങളിത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വായിക്കണം. ഓക്കെ, ഈ ഒരു ന്യൂസ് ഇതും ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വായിക്കണം. ഇങ്ങനെയാണ് നമ്മൾ ന്യൂസ് പിക്ക് ചെയ്യുന്നത്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായി കാണും. ഇപ്പോൾ വയനാട് റീഹാബിലിറ്റേഷൻ. ഓക്കെ, ഈ ഒരു ന്യൂസ് വന്നു. ഇത് നമ്മൾ ഓൾറെഡി അറിയാം, വയനാടിനാണെങ്കിൽ ഒരു ലാൻഡ് സ്ലൈഡ് ഡിസാസ്റ്റർ നടന്നായിരുന്നു. ഓക്കെ, അതിൻ്റെ ഒരു അപ്കമിങ് ന്യൂസ് ആയിട്ടാണ് ഇത് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ വയനാടിന് ഓൾറെഡി ഇതൊരു ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു ഭാഗമാണ് വയനാടിൻ്റെ. ഇപ്പോൾ ഒരു വർഷം കൊണ്ട് ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്കറിയായിരിക്കും ഇതിനെക്കുറിച്ച്. ഓക്കെ, സോ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ആൻഡ് നെക്സ്റ്റ് പേജ് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രിവാൻഡ്രത്തിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. ഇതിൻ്റെ അകത്തുനിന്ന് ഇമ്പോർട്ടൻറ്റ് ന്യൂസ് കിട്ടാതെ ഇപ്പോൾ സപ്പോസ് ഒരു KS സ്റ്റുഡൻ്റ് ആണ്. KS സ്റ്റുഡൻറ്റിന് ഓക്കെ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ദാറ്റ് ഇസ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, പേപ്പർ വരുന്നുണ്ട്. ഓക്കെ, ജൂണിലെ ടൈം ടേബിൾ കേരള ഗവൺമെൻറ് ഇട്ടിട്ടുണ്ട്, PSC ഇട്ടിട്ടുണ്ട്. അതിന് ഒരു സ്റ്റുഡൻറ്റ് നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ന്യൂസ് പേപ്പർ നോക്കിയാൽ ഇത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഒരു ന്യൂസ്. ഓക്കെ,
ഇപ്പോൾ നമ്മൾ UPSCയുടെ പെർസ്പെക്റ്റീവ് പറയുന്നതുകൊണ്ടാണ് ഞാനിത് ആ സമയത്ത് ഇമ്പോർട്ടൻറ്റ് അത്രയും കണക്ക് കൂട്ടാത്തത്. ഓക്കെ, ബട്ട് സ്റ്റിൽ ഇതൊരു നല്ല ന്യൂസാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കാം. അതുപോലെ തന്നെ നമ്മളത് ട്രിവാൻഡ്രത്തിൻ്റെ പേജിലോട്ട് വരുന്നു. ഇതിൻ്റെ അകത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ, നിങ്ങളിത് ജസ്റ്റ് ലോക്കൽ ന്യൂസസ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നമ്മുടെ ലോക്കലി എന്തൊക്കെ നടക്കുന്നു അത് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് വായിച്ചു പോകാം. ഇതിന് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും പിക്ക് ചെയ്യാൻ കാണില്ല. ഓക്കെ, ദ നെക്സ്റ്റ് ഇസ് കേരള പേജ് വരും. കേരള പേജിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങൾ പിക്ക് ചെയ്യാനുള്ളതുണ്ട്. നമുക്ക് നോക്കാൻ പറ്റും നമ്മൾ കേരളത്തിന് ചുറ്റും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എന്തോ നടക്കുന്ന ഇതിലായിരിക്കും വരാൻ പോകുന്നത്. സോ ഇപ്പോൾ 5 districts in the state identified as a possible hotspot of the Nipah. ഓക്കെ, സോ ഇത് ഹെൽത്ത് ആൻഡ് സെക്യൂരിറ്റിയുടെ ഒരു പ്രശ്നം വന്നു. ഇത് GS2-ലാകാം. ഓക്കെ, GS2 പേപ്പറിൽ വരും ഹെൽത്ത് ആൻഡ് സെക്യൂരിറ്റി. സോ ഇത് ഈ ഒരു ന്യൂസ് നിങ്ങൾ പിക്ക് ചെയ്ത് വായിക്കണം. ഓക്കെ, ഇത് നിങ്ങളുടെ സിലബസ് അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് എന്നും റീഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ പെട്ടെന്ന് ന്യൂസ് കാണുമ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണോ അല്ലയോ എന്ന് കിട്ടത്തുള്ളൂ. ഓക്കെ, സെക്കൻഡ് ന്യൂസ്, സിറ്റിസൺസ് ലിബർട്ടി കാൺട്ട് ബി കർട്ടെയിൽഡ് ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ സ്റ്റേർ. ഹൈക്കോർട്ടിൻ്റെ ഒരു ജഡ്ജ്മെൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇത് ലിബർട്ടിയുടെ കാര്യം പറയുന്നുണ്ട്. ഓക്കെ, സോ എന്തുവാണ് റൈറ്റ് കർട്ടെയിൽഡ് ആവുന്നുണ്ടോ, കാൺട്ട് കർട്ടെയിൽഡ് ആവുന്നുണ്ടോ, എന്തോ ഉദ്ദേശിക്കുന്നത്, സിറ്റിസൺസിൻ്റെ എന്തുവാണ് ഇത് പറയുന്നത്. സോ ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ്, ഇത് നിങ്ങൾ പിക്ക് ചെയ്യണം. ഓക്കെ, and the next page is കേരളയുടെ തന്നെയാണ്. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ന്യൂസ് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് നോക്കുക. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ഈ ന്യൂസിനെ കുറിച്ച്. ഫസ്റ്റ് പേജിൽ തന്നെ ഉണ്ടായിരുന്നു, വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് വൺ ടൈം റീഡ് ചെയ്തു പോവാം. കംപ്ലീറ്റ് ഇൻക്വയറി ഇൻ ദ സിദ്ധാർത്ഥൻ റാഗിങ് കേസ് ബിഫോർ March 31. ഓക്കെ, ഇതൊക്കെ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ അപ്പ് ചെയ്യാം. ബട്ട് ഒരു ജഡ്ജ്മെൻറ്റ് വരുന്നവരെ നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റും നടക്കുന്ന കാര്യം അറിയാൻ വേണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വായിക്കാം. ബട്ട് നോട്ട് സോ നെസസറി ആസ് അക്കാഡമിക് പർപ്പസ്. UPSC ഒന്നും ഇതിനെക്കുറിച്ചൊന്നും അങ്ങനെ ചോദിക്കാനൊന്നും പോകുന്നില്ല. എവിടെയെങ്കിലും നിങ്ങൾക്ക് മെയിൻസിൻ്റെ അകത്ത് ഒരു എക്സാമ്പിൾ ആയിട്ട് കോട്ട് ചെയ്യാം. ഇപ്പോൾ സപ്പോസ് ഒരു സെക്യൂരിറ്റി ഇഷ്യൂ, റാഗിങ്ങിൻ്റെ മണ്ടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നെന്ന് വിചാരിച്ചു നമ്മുടെ ഏതെങ്കിലും ഒരു പേപ്പറിൽ. ഓക്കെ, സൊസൈറ്റിയുടെ പേപ്പറിലോ GS1-ൽ വന്നെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് കോട്ട് ചെയ്യാം. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് വായിക്കാം, അത്രേ ഉള്ളൂ. അതിൽ നിന്ന് ഫുൾ ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ ആയതുകൊണ്ട് ഈ ന്യൂസസ് പിന്നെയും അപ്പിയർ ആകും. അപ്പം നിങ്ങളത് ഫോളോ അപ്പ് ചെയ്താൽ മതി. സോ ദ നെക്സ്റ്റ് ഈസ് ദ എൻവയറമെൻറ്റൽ നോഡ് ഫോർ ദ ടണൽ റോഡ് ഇൻ വയനാട്. ഓക്കെ, എൻവയറമെൻറ്റൽ റിലേറ്റഡ് എന്തോ ന്യൂസാണ്, നമുക്ക് വായിച്ചപ്പോൾ മനസ്സിലായി. ഓക്കെ, ഗ്രീൻ സീ റെഡ് എന്തോ ഇത് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടി ഒരു നല്ലൊരു ന്യൂസാണ്, ഇത് നിങ്ങൾ പിക്ക് ചെയ്യണം. ദെൻ ഇങ്ങനെയാണ് നമ്മൾ ന്യൂസ് പിക്ക് ചെയ്യുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും എനിക്കിങ്ങനെ കാണുന്നില്ല. KSRTC ടു ഡിസ്പേഴ്സ് സാലറി ഓൺ ദ ഫസ്റ്റ്. ഇതൊക്കെ ഇങ്ങനത്തെ ന്യൂസസൊക്കെ ഫോളോ ചെയ്യാൻ ഞാൻ പറയുന്നില്ല. ഓക്കെ, ഇങ്ങനത്തെ ന്യൂസൊക്കെ ഇത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നമ്മൾ ഇച്ചിരി നോക്കണം. ഏതൊരു ന്യൂസ് കാണുമ്പോൾ എന്തായിട്ട് റിലേറ്റഡ് ആകുന്നുണ്ടോ അങ്ങനെ നോക്കാം. ഇപ്പോൾ ഇപ്പം മലയാളം ഫിലിം ഇതൊക്കെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനത്തെ ന്യൂസസ് ഒന്നും നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് നോക്ക്, ട്രൈബ്സ് പീപ്പിൾ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ വൈൽഡ് ലൈഫ് അറ്റാക്ക് ഇൻ ദ ആറാളം ഫാം. ഇതെന്തോ ഒരു വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റോ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ഇഷ്യൂവിനെ കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇപ്പോൾ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് പോലത്തെ കാര്യങ്ങൾ വരുന്നു, അല്ലെങ്കിൽ ട്രൈബൽ പീപ്പിളിൻ്റെ കാര്യം വരുന്നു, അങ്ങനത്തെ ന്യൂസസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പിക്ക് ചെയ്ത് വായിക്കാം. ഓക്കെ, നിങ്ങൾക്കിത് GS-ൻ്റെ അകത്ത് മെയിൻസിൻ്റെ കോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനത്തെ ന്യൂസ് പിക്ക് ചെയ്യുക. ദെൻ സദേൺ ഭാഗത്ത് അടുത്ത പോർഷനാണ് സൗത്തിൽ എന്താണ് നടക്കുന്നതെന്ന്. ഓക്കെ, സൗത്തിൽ എന്താ നടക്കുന്നതെന്ന് അത് വെച്ച് നോക്കിയാൽ നമുക്ക് നോക്കാം ഇനി ഏതെങ്കിലും ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ഉണ്ടോ. ആക്ടർ ഓഫ് ദ സ്റ്റെപ്പ് ഡോട്ടർ, ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ന്യൂസേ അല്ല. ഓക്കെ, ജസ്റ്റ് ഇത് ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്തുവാണ് പറയുന്നത്, ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. FIR അഗെയിൻസ്റ്റ് ദ ലൈവ് സ്ട്രീം മാച്ച് ഇല്ലീഗലി, ഇതൊക്കെ ഒരു അക്കാഡമിക് പർപ്പസിൽ നോക്കിയാൽ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളല്ല. ഓക്കെ, സോ ദ നെക്സ്റ്റ് ഇസ് ദ എഡിറ്റോറിയൽ. എഡിറ്റോറിയലിൻ്റെ അകത്ത് ഇത് ക്ലോസ്ഡ് എഡിറ്റോറിയലാണ്. ഇത് രണ്ടും ഇത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, ഇത് എപ്പോഴും റീഡ് ചെയ്യുക. എഡിറ്റോറിയൽ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇത് കണ്ടോ, ഇപ്പോൾ ഇൻകം ടാക്സ് ബിൽ ഓഫ് 2025, ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഓക്കെ ഇത് പൊളിറ്റി പർപ്പസിൽ അല്ലെങ്കിൽ ഇക്കണോമിക് പർപ്പസിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, GS2-ന് വേണ്ടി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് റീഡ് ചെയ്യണം. അതുകൂടെ UAE ഇന്ത്യ ഏവിയേഷൻ പാർട്ട്ണർഷിപ്പ്, ഇന്റർനാഷണൽ അഫെയർ, GS2. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, IR-ൻ്റെ അകത്ത് വരുന്നതാണ്. ഓക്കെ, സോ ഇത് നിങ്ങൾ റീഡ് ചെയ്യണം. എഡിറ്റോറിയൽസും ഒപ്പീനിയൻ പേജും. ഓക്കെ, എഡിറ്റോറിയൽസ് ആൻഡ് ഒപ്പീനിയൻ പേജ് ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക. മോസ്റ്റ്ലി ഇത് രണ്ട് ഇമ്പോർട്ടൻറ്റ് പേജസ് ആണ്. ഈ രണ്ട് ക്ലോസ്ഡ് എഡിറ്റോറിയലിൻ്റെ അകത്തും ചിലപ്പോഴൊക്കെ സ്പോർട്സ് ന്യൂസസ് വരാറുണ്ട്. ക്ലോസ്ഡ് എഡിറ്റോറിയൽ സ്കിപ്പ് ചെയ്യലും ഇത് മസ്റ്റാണ് റീഡ് ചെയ്യുക. ഇപ്പോൾ അതൊരു സ്പോർട്സ് ന്യൂസ് ആണെങ്കിൽ പോലും നിങ്ങൾ ഇതിൻ്റെ അകത്ത് റീഡ് ചെയ്യുക. ഓക്കെ, ദ നെക്സ്റ്റ് ഇസ് ഒപ്പീനിയൻ പേജ്. ഇപ്പോൾ കണ്ടോ, AI സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇത് കേൾക്കുമ്പോൾ നമുക്കറിയാം GS2 സെക്യൂരിറ്റിക്കകത്തൊക്കെ വരുന്ന പെർസ്പെക്റ്റീവ് ആണ്. ഓക്കെ, സയൻസ് ആൻഡ് ടെക്കിൻ്റെ അകത്ത് ഒക്കെ വരാം. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് വായിക്കണം.
അതുപോലെ 3 riot like സിറ്റുവേഷൻ, ഇതൊരു സെക്യൂരിറ്റി പർപ്പസിൽ നിന്ന് വരുന്നൊരു ന്യൂസാണ്. ഓക്കെ, ഇത് നിങ്ങൾ റീഡ് ചെയ്യണം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗവൺമെന്റ് ടോക്സ് ബിഗ് ഓൺ ദ ജെൻഡർ ബഡ്ജറ്റ് ഡെലിവേഴ്സ് ലിറ്റിൽ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇങ്ങനത്തെ ന്യൂസ് ഒക്കെ നോക്കുക. ഇത് ജെൻഡർ ഡിസ്പാരിറ്റിനെ കുറിച്ച് പറയുന്നുണ്ടോ? ഓക്കെ, ഈ ഒരു ഒപ്പീനിയൻ പേജ് കഴിഞ്ഞ് നെക്സ്റ്റ് വരാൻ പോകുന്ന ന്യൂസസ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും എപ്പോഴും. അത് മോസ്റ്റ്ലി നോക്കുക. ഇങ്ങനത്തെ ന്യൂസസ് നമുക്ക് ഈ 10 and 11 പേജസ്, അത് ഒപ്പീനിയൻ പേജ് കഴിഞ്ഞുള്ള നമ്മുടെ നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ന്യൂസസ് ഒക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. അത് നമ്മൾ എന്തായാലും എടുത്ത് നോക്കണം. ഇപ്പോൾ സപ്പോസ് ഈ ഒരു പേജിൻ്റെ അത് ട്രൈബൽ ബോഡി ഡിഫൈസ് ദിക്കത്ത് ഓൺ ഫ്രീയിങ് അബ്രോഡ് ഇൻ മണിപ്പൂർ. മണിപ്പൂരിന് ചുറ്റും പറ്റി ന്യൂസ് വരുന്നുണ്ട്. കറണ്ട് അഫയേഴ്സ് ഇപ്പോൾ ഒരു പ്രസന്റ് ഒരു ഇഷ്യൂ ആണ് മണിപ്പൂരിൻ്റെ പ്രശ്നം. സോ അത് റീഡ് ചെയ്യണം. ദെൻ പിന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നത് സ്റ്റേറ്റ് നീഡ് ടു പ്രൊട്ടക്ട് പേഷ്യൻറ്റ് ഫ്രം ബീങ് ഫ്ലീസ്ഡ് ബൈ ദ പ്രൈവറ്റ് ഹോസ്പിറ്റൽ സേ സുപ്രീം കോർട്ട്. ഓക്കെ, സുപ്രീം കോർട്ട് അത് എന്തോ ഒരു ജഡ്ജ്മെൻറ്റോ എന്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. സോ അത് ഇവിടെ റീഡ് ചെയ്യണം. ആൻഡ് നെക്സ്റ്റ് ഇസ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് നോ റിക്വസ്റ്റ് ഫോർ അസിസ്റ്റൻസ് ഫ്രം USESC ഇൻ അഡാനി എന്തോ ബ്രൈവറി കേസ് ഇൻ ദ ലോ മിനിസ്ട്രി. അപ്പോൾ ലോ മിനിസ്ട്രി എന്തോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ SEC എന്ന് പറഞ്ഞ ഏതോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓക്കെ, നമ്മൾ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. നോക്കുക എന്തുവാണത്. എക്സ്ചേഞ്ച് കമ്മീഷൻ. ഓക്കെ, എക്സ്ചേഞ്ച് കമ്മീഷൻ ഈ ഒരു ബോഡിയുടെ പേര് വന്നു. അപ്പോൾ ഈ ന്യൂസ്, ഇങ്ങനത്തെ ന്യൂസ് നിങ്ങൾ പിക്ക് ചെയ്യുക. ഇതിൽ ബോഡി ഓർഗനൈസേഷൻ്റെ ന്യൂസസ് ഒക്കെ വരുന്നെങ്കിൽ അതും നിങ്ങൾ പിക്ക് ചെയ്ത് വായിക്കണം. ഓക്കെ, ആൻഡ് ഇപ്പോൾ സുപ്രീം കോർട്ട്സ് ഡയറക്ട് സ്റ്റേറ്റ്സ് UTs ടു പ്രൊവൈഡ് ഫുൾ റെക്കോർഡ് ഓഫ് ഫോറസ്റ്റ് ലാൻഡ്സ് ഇൻ ദ 6 months. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എൻവയറമെൻറ്റ് ആ റിലേറ്റഡ് ന്യൂസ് ആണ്. സോ ഇതെന്തായാലും നമ്മൾ നോക്കണം. ഇത് നോക്കും. ബോംബെ ഹൈക്കോർട്ട് സ്റ്റേസ് ഓർഡർ ഡയറക്റ്റിംഗ് FIR അഗെയിൻസ്റ്റ് SEBI ചീഫ്. ഇത് ജസ്റ്റ് ഇപ്പോൾ ഡയറക്റ്റിംഗ് ചെയ്തതേ ഉള്ളൂ. ഇത് ഇനി ഫ്യൂച്ചറിൽ ഫർദർ ന്യൂസ് ഇത് എൻലാർജ് ആകുന്നു അല്ലെങ്കിൽ നാഷണൽ ഇമ്പോർട്ടൻസിൻ്റെ ന്യൂസ് ആയിട്ട് വല്ല എത്തുന്നെങ്കിൽ ഇന്ന് അപ്പോൾ ഫോളോ അപ്പ് ചെയ്യാം. ഇപ്പോൾ ഇതിങ്ങനെ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതായിട്ട് നമ്മളിപ്പോൾ 10ാമത്തെ പേജിൽ നിന്ന് പിക്ക് ചെയ്തത്. ഇങ്ങനെയാണ് ന്യൂസ് പേപ്പറിൽ നിന്ന് ന്യൂസസ് പിക്ക് ചെയ്യേണ്ടത്. ഇനി നമ്മൾ നോക്കാം സെയിം ആസ് ഈ അടുത്ത പേജും, ദാറ്റ് ഇസ് 11ൻ്റെ അകത്തും ഇങ്ങനെ ആയിരിക്കും നമ്മൾ ന്യൂസ് പേപ്പർ പിക്ക് ചെയ്യേണ്ടത്. ട്രംപ് വേൾഡ് ഈസ് അൺസർട്ടൈൻ ബട്ട് ഇന്ത്യ ക്യാൻ ഫൈൻഡ് ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, ഇതൊരു ഇന്റർനാഷണൽ റിലേഷൻ്റെ അകത്തൊരു ന്യൂസാണ്. സോ നമ്മളിത് അയ്യാൻ്റെ അകത്ത് നോക്കണം. ഇപ്പോൾ ദേ വിൽ ഹോൾഡ് ഗവൺമെന്റ് അക്കൗണ്ടബിൾ ഓൺ വുമൻ സേഫ്റ്റി കോൺഗ്രസ്. പൊളിറ്റിക്കൽ ന്യൂസസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് വേണ്ട, നമ്മൾ ഇത്രയും വായിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് നെക്സ്റ്റ് ഇസ് ജയശങ്കർ മീറ്റ്സ് UK PM. ഇത് അഗെയിൻസ്റ്റ് ഇന്റർനാഷണൽ അഫയേഴ്സിനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ന്യൂസസ് പിക്ക് ചെയ്യണം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ്. ബെൽജിയം ഡിഫൻസ് ജോയിന്റ് ടൈസ് അപ്പ് വിത്ത് ദ ഇന്ത്യൻ ഫേം. ഇതെന്തോ സെക്യൂരിറ്റിക്കകത്ത് വരുന്നത്, ദാറ്റ് ഈസ് GS3. ഓക്കെ, സെക്യൂരിറ്റിക്കകത്ത് വരുന്നത്. അപ്പോൾ നമ്മളിത് നോക്കണം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് അതാണ്. ഏത് ടാങ്ക് ആണ്, ഏത് മോഡലാണ്, നമ്മൾ ഏത് കമ്പനി ആയിട്ടാണ് ചെയ്യുന്നത്, അങ്ങനെ ഒന്ന്. ബെൽജിയം ടു സ്കെയിൽ അപ്പ് ദ ഡിഫൻസ് ടൈസ് സെറ്റപ്പ് സൈൻ MOU, ഒരു മെമ്മോറാണ്ടം സൈൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ നോക്കണം. ഇങ്ങനത്തെ ന്യൂസസ് ഒക്കെ പിക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, ഇന്ത്യ ഹിറ്റ് ടാർഗറ്റഡ് മെറ്റർണൽ മോർട്ടാലിറ്റി റേറ്റ് ഓഫ് 100 ഡെത്ത്. എന്താണ് നമ്മുടെ ടാർഗറ്റ്? ഇന്ത്യ അത് അച്ചീവ് ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ ഇതൊരു ന്യൂസ് ഇമ്പോർട്ടൻ്റ് ആയി. ഇങ്ങനത്തെ ന്യൂസ് പിക്ക് ചെയ്യുക. ഓക്കെ, സോ പിന്നെ ബിസിനസ് ഇമ്പോർട്ടൻ്റ് ആണ്. ബിസിനസ് അല്ലേ, ബിസിനസ് പേജ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നമ്മുടെ ചുറ്റുപറ്റി എന്തുവാ, നമ്മുടെ ഇക്കോണമി എങ്ങനെയാണ് ചെയ്യുന്നത്, അങ്ങനത്തെ ന്യൂസസ് ഒക്കെ ആയിരിക്കും ഇതിനകത്ത് മോസ്റ്റ്ലി വരുന്നത്. ഓക്കെ, സോ ഇപ്പോൾ IMF ഓവർ പെർസ്യൂ ദ NBFCs മേ ഇംപീരിയൽ ഫൈനാൻഷ്യൽ സിസ്റ്റം. ഇമ്പോർട്ടൻ്റ് ആണ്. PM അർജസ് ഇൻഡസ്ട്രി ടു കം ഫോർവേഡ് ആൻഡ് ഇൻവെസ്റ്റ്. നരേന്ദ്രമോദി നമ്മുടെ PM എന്തെങ്കിലും പറയുന്നു. ഓക്കെ, PMൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണ്, ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആണ്. ഇതൊക്കെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. അതുപോലെ ഗവൺമെൻറ് റൈസസ്, ഇതൊക്കെ ഓരോരോ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആണ്. ദാറ്റ് ഈസ് ഇത് ഒരു നമ്പേഴ്സ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ആ നമ്പേഴ്സ് ഇതിനെക്കുറിച്ചാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, നമുക്ക് നമ്മൾ റീഡ് ചെയ്യാം. ഇങ്ങനത്തെ ന്യൂസസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. ഇങ്ങനത്തെ ന്യൂസസ് ഒന്നും വേണ്ട. ദാറ്റ് ഈസ് വിപ്രോയുടെ ഹെൽത്ത് കെയർ അൺവീൽസ് AI എനേബിൾഡ് അൾട്രാസൗണ്ട് സിസ്റ്റം. ഓക്കെ, GST ഒഫീഷ്യൽസ് കണ്ടക്ട് സെർച്ച് അറ്റ് ദ 3 ഓഫീസസ് ഓഫ് ദ RBI ആൻഡ് ബാങ്ക്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു ഫോളോ ചെയ്യാം, ഈ ഒരു ന്യൂസ്. സോ ദീസ് ആർ ദ തിങ്സ്. ആൻഡ് നെക്സ്റ്റ് ഇസ് ദ വേൾഡ് പേജ്. വേൾഡ് പേജ് ഇമ്പോർട്ടൻ്റ് ആണ്. വേൾഡ് പേജ് എല്ലാം ഒന്ന് വായിച്ചു പോവുക, എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് നടക്കുന്നത്. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നു. ഇപ്പോൾ സപ്പോസ് US ടാരിഫ് ടേക്സ് പ്ലേസ്. ഓക്കെ, ബട്ട് ട്രംപ് വന്നേക്കാണ്. എന്തൊക്കെയായിരിക്കും അടുത്ത് കൊണ്ടുവരാൻ പോകുന്ന ടാരിഫ്സ് എന്തൊക്കെയാണ്? ചൈന മെക്സിക്കോയുടെ മേളിൽ നിന്ന് ഇപ്പോൾ ടാക്സസ് ഇമ്പോസ് ചെയ്തു എന്നറിഞ്ഞു. ഓക്കെ, സോ ഇതൊരു ഇങ്ങനത്തെ ന്യൂസസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. ഇപ്പോൾ ബ്ലൂ ഗോസ്റ്റ് മൂൺ ലാൻഡിങ്. ഓക്കെ, ഇങ്ങനത്തെ ഒരു വാക്കുകൾ കിട്ടുന്നു, ഭയങ്കര യൂണീക്കാണ്. സ്പേസ് റിലേറ്റഡ് ന്യൂസ് ഒക്കെ മാക്സിമം കവർ ചെയ്യാൻ നോക്കുക. ഓക്കെ, സോ ദീസ് ന്യൂസ് ആർ ഇമ്പോർട്ടൻറ്റ്. പിന്നെ സ്പോർട്സ് പേജ് അങ്ങനെ റീഡ് ചെയ്യാൻ ഞാൻ പറയില്ല.
നിങ്ങൾക്ക് ടൈം ഒത്തിരി ഉണ്ട് എന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ നാഷണൽ ഇമ്പോർട്ടൻസിൻ്റെ അത്രയും വലിയ ഇപ്പോൾ ഒളിമ്പിക്സ് ഒക്കെ നടക്കുകയാണ്, അങ്ങനെ വലിയ വലിയ ന്യൂസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ന്യൂസ് പേജ് അത്രയും ഫോളോ അപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളൊരു വീഡിയോ ഇറക്കിയത്, എങ്ങനെയാണ് ഇതെല്ലാം ഫോളോ അപ്പ് ചെയ്യേണ്ടത്. ഗ്രാജുവലി ക്രിയേറ്റ് ആകുന്ന ഒരു സെൻസാണ് ന്യൂസ് പേപ്പറിൽ നിന്ന് ഏതൊക്കെ ന്യൂസ് പേപ്പറാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അതിന് നിങ്ങൾ എന്നും ഡെയിലി നിങ്ങളുടെ ഇത് റീഡ് ചെയ്യണം, സിലബസ്. ഓക്കെ, അപ്പം മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെ ന്യൂസ് സെലക്ട് ചെയ്യാനുള്ള കഴിവ് കിട്ടത്തുള്ളൂ. പ്ലീസ് ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുക. ഇത് ലെങ്തിയാണ് എന്ന് വെച്ച് ഇത് വിടല്ലോ. ഓക്കെ, ആദ്യം തുടങ്ങുന്ന ആൾക്കാർക്ക് അധികം മനസ്സിലാകണമെന്നൊന്നുമില്ല, ജസ്റ്റ് റീഡ് ചെയ്യുക. വൊക്കാബുലറിയൊക്കെ ഇച്ചിരി പാടായിരിക്കും. ഓക്കെ, ഇച്ചിരി ഒഫീഷ്യൽ ലാംഗ്വേജിലൊക്കെ ആയിരിക്കും എഴുതുന്നത്. അങ്ങനത്തെ ഒക്കെ വേർഡ്സ് നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ നിങ്ങൾ അത് റീഡ് ചെയ്യുക, സെർച്ച് ചെയ്യുക, അതിൻ്റെ മീനിങ് കണ്ടെത്തുക. ഇപ്പോൾ എഡിറ്റോറിയൽ ഒപ്പീനിയൻ പേജൊക്കെ വായിക്കുമ്പോൾ അങ്ങനത്തെ കുറേ വേർഡ്സ് കിട്ടും. നിങ്ങൾക്ക് ഫസ്റ്റ് അത് വായിക്കുമ്പോൾ മനസ്സിലാകത്തില്ല ആ ഒരു പാരഗ്രാഫ് എന്താ ഉദ്ദേശിക്കുന്നത്. ഡോണ്ട് വറി, കുഴപ്പമില്ല, അത് നിങ്ങൾ സെർച്ച് ചെയ്യുക. ഓക്കെ, സെർച്ച് ചെയ്ത് മനസ്സിലാക്കി അങ്ങനെ വായിക്കുക. ഇച്ചിരി ആദ്യം തുടങ്ങുന്ന ഒരു പേഴ്സൺ ഇച്ചിരി സമയം എടുക്കും. ഓക്കെ, 3 to 4 hours എടുക്കുന്ന റൂംമേറ്റ്സ് ഒക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ബട്ട് ഗ്രാജുവലി അതൊക്കെ കുറഞ്ഞ് ഒരു വർഷം പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ നമ്മളൊരു എല്ലാ ദിവസവും വായിക്കുമ്പോൾ നമുക്ക് ആ ഒരു ടെൻഡൻസി വരും. ഓക്കെ, ഈ ന്യൂസസ് ആണ് ഇമ്പോർട്ടൻറ്റ്, ഇതൊക്കെ നമുക്ക് പിക്ക് ചെയ്യാം. ഓക്കെ, സോ ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു കാര്യം മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയാണ് ന്യൂസ് പിക്ക് ചെയ്യേണ്ടത്. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നതിന് മുമ്പ് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, നിങ്ങൾക്കിത് ഇതിൻ്റെ ഒരു ക്രക്സ് എത്തുമോ ഇല്ലയോ എന്ന്. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നത് ഗ്രാജുവലി ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സാധനമാണ്. ഇങ്ങനെയാണ് ന്യൂസ് പിക്ക് ചെയ്യേണ്ടത്. ഇങ്ങനെ ന്യൂസ് പിക്ക് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് സിലബസിൻ്റെ ഏകദേശം ഒരു ഔട്ട്ലൈൻ അറിയണം. ഏത് ഭാഗം ഏത് സ്ഥലത്താണ്. ഇപ്പം വൈൽഡ് ലൈഫ് ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് വന്നത് ഇമ്പോർട്ടൻ്റ് ആണോ, ഇതിൽ ഡിഫെൻസിൻ്റെ കാര്യം വന്നത് ഇമ്പോർട്ടൻ്റ് ആണോ, സുപ്രീം കോർട്ടിൻ്റെ ജഡ്ജ്മെൻറ്റ്സ് ഏതാണ്, ഇപ്പോൾ നമ്മുടെ പോളിറ്റിയായി. ഓക്കെ, പോളിറ്റി റിലേറ്റഡ് ഇഷ്യൂ ഉണ്ട്, നമ്മുടെ ലിബർട്ടി, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അങ്ങനെയൊക്കെ ബാധിക്കുന്ന ഏതൊരു ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ടോ, അതൊക്കെ നമ്മൾ പിക്ക് ചെയ്ത് വായിക്കണം. പിന്നെ ഇൻ്റർനാഷണൽ അഫെയർസ് ആയിരിക്കും മോസ്റ്റ്ലി നമ്മൾ കാണാൻ പോകുന്നത്. അത് നമ്മുടെ ചുറ്റും എന്നും നടക്കുന്നുണ്ട്, നമ്മുടെ കൺട്രീനെ ബാധിക്കുന്നു. അല്ലെങ്കിൽ നമുക്കറിയിപ്പോൾ നമ്മളൊരു ഗ്ലോബലൈസ്ഡ് വേൾഡ് അല്ലേ, സോ അത് എന്തായാലും ബാധിക്കും. സോ അങ്ങനത്തെ ന്യൂസ് പിക്ക് ചെയ്ത് വായിക്കാം. ഐ ഹോപ്പ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇച്ചിരിയെങ്കിലും ഹെൽപ്ഫുൾ ആയിരിക്കും. ഡോണ്ട് വരി, ഗ്രാജുവലി ആണ് ഇങ്ങനെ നമ്മൾക്ക് ഒരു ന്യൂസ് പേപ്പറിൻ്റെ ആ സെൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ന്യൂസ് പേപ്പർ ലെങ്തി ആണെന്ന് എനിക്കറിയാം. പ്ലീസ് റീഡ് ഇറ്റ്. So thank you guys for today's class and study well. See you in the next class. Bye.